സർ, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് എല്ലാ വിഭാഗം ഭാഗ്യക്കുറി തൊഴിലാളികൾക്കും ടിക്കറ്റ് ഉറപ്പാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തിൽ ഈ സാഹചര്യത്തിൽ ഈ വിഭാഗക്കാർക്കും ചെറുകിട ഏജന്റുമാർക്കും ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കാനായിട്ട് കോമൺ പൂൾ സംവിധാനം നടപ്പിലാക്കുന്നതാണ്. സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ജീവനക്കാരുടെ പുനർവിന്യാസം നടപ്പിലാക്കുന്നതാണ്. തെറ്റായ എഴുത്ത് ലോട്ടറി, കോട്ടൺ കളി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയ തെറ്റായ പ്രവണതകൾക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും. സർ, ഇൻഷുറൻസ് വകുപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക സഹായത്തോടുകൂടി കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിന് വേണ്ടി ഒരു സമഗ്ര ഇൻഷുറൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം തയ്യാറാക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1000 കോടി രൂപ ബജറ്റ് വിഹിതമായി നൽകിയിട്ടുണ്ട്. കൂടാതെ 1307.53 കോടി രൂപ പൊതുജനങ്ങളിൽ നിന്നും സംഭാവനയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്ന ചികിത്സാ സഹായമായി 765.65 കോടി രൂപയും പ്രളയ ദുരിതാശ്വാസമായി 876.68 കോടി രൂപയും ഉൾപ്പെടെ ഈ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2238.26 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സർ, മെഡിസപ്പ് ജീവനക്കാരും പെൻഷൻകാരുമായി 11 ലക്ഷത്തോളം പേർ അംഗങ്ങളായിട്ടുള്ള മെഡിസപ്പ് പദ്ധതിയിലൂടെ പണരഹിത ചികിത്സാ സേവനം ലഭിക്കുന്നത് 30 ലക്ഷത്തോളം പേർക്കാണ്. സർ, യാതൊരു പ്രീ മെഡിക്കൽ പരിശോധനകളില്ലാതെ ഏത് പ്രായത്തിലുള്ളവരും അംഗങ്ങളാക്കുന്ന മെഡിസപ്പ് പദ്ധതിയിലൂടെ നാളെ വരെ 8.79 ലക്ഷം ക്ലെയിമുകളിലായി 1668 കോടി രൂപ അംഗീകരിച്ച് നൽകി. ഇതിൽ 1564 കോടി രൂപയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അനുവദിച്ചത്. സർ, മെഡിസപ്പ് പദ്ധതി തുടരുന്നത് സംബന്ധിച്ച് അതിൻ്റെ എഗ്രിമെൻറ്റ് പുതുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഇൻഷുറൻസ് കമ്പനിയുമായും ജീവനക്കാരുടെ പ്രതിനിധിയുമായും പ്രതിനിധികളുമായും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ്. ജീവനക്കാരുടെ മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. സംസ്ഥാന ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയ്ക്ക് 2% പലിശ ഇളവ് നൽകും. ഈ വർഷം ഇതിനായിട്ട് 50 കോടി രൂപ മാറ്റിവെക്കുന്നു. സംസ്ഥാനത്തെ ദിവസന വേതന കരാറുകാരുടെ വേതനം 5% വർദ്ധിപ്പിക്കുന്നു. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഗുണം കിട്ടുന്നതാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമാശ്വാസം 2025 ഏപ്രിൽ മാസം നൽകും. അഷ്വേർഡ് പെൻഷൻ പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച UPS യൂണിഫൈഡ് പെൻഷൻ സ്കീം, ഇതര സംസ്ഥാനങ്ങളിലെ സമാനമായ പെൻഷൻ പദ്ധതികൾ എന്നിവയോട് കൂടി പരിശോധിച്ച് അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കും. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ്റെ പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിനായി 5 കോടി രൂപ അനുവദിക്കുന്നു. റവന്യൂ വകുപ്പ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1,80,887 പട്ടയങ്ങൾ ഉൾപ്പെടെ നൽകി ഈ ഡിജിറ്റലൈസേഷൻ്റെയും ഓഫീസിൻ്റെയും വിശദമായ കാര്യങ്ങൾ ചെയ്തതാണ്. റവന്യൂ വകുപ്പിൻ്റെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ കൂടെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ കൂടെ സഹായത്തോടെ ഇതുവരെ 514 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകൾ ആധുനിക സൗകര്യങ്ങളോടെ സ്മാർട്ട് ഓഫീസുകളായി മാറ്റുന്നതിന് 54 കോടി രൂപ വകയിരുത്തുന്നു. കമ്പ്യൂട്ടർവൽക്കരണ പ്രവർത്തനത്തിന് 26.5 കോടി രൂപ വകയിരുത്തുന്നു. സർവേയും ഭൂരേഖയും വകുപ്പിന് 5.58 ലക്ഷം ഹെക്ടർ ഡിജിറ്റലായി അളക്കുവാൻ കഴിഞ്ഞു. 12.6 കോടി രൂപ ഭൂരേഖാ സേവന സംവിധാനങ്ങളുടെ സംയോജന പദ്ധതിക്കായിട്ട് മാറ്റിവെക്കുന്നു. സർവേ ഓഫീസുകളുടെ ആധുനിക സൗകര്യത്തോടുകൂടി റെക്കോർഡ് റൂം സ്ഥാപിക്കുന്നതിന് 6.5 കോടി രൂപ മാറ്റിവെക്കുന്നു. പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ സുഗമവും സമയബന്ധിതമായ നിർവഹണം പൂർത്തിയാക്കുന്നതിനായി MADP എന്ന ഹെഡിൻ്റെ കീഴിൽ 310.92 കോടി രൂപ മാറ്റിവെക്കുന്നു. KDISC സംസ്ഥാനത്ത് വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ നവീന രീതികൾ സൃഷ്ടിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നാണ് കേരള ഡെവലപ്മെൻറ്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലിൻ്റെ ലക്ഷ്യം. നോളജ് എക്കോണമി മിഷനിലൂടെ സംസ്ഥാനത്തെ നോളജ് എക്കോണമിയിലേക്ക് നയിക്കുക എന്നതും ഈ ഏജൻസിയുടെ ലക്ഷ്യമാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി KDISCനുള്ള വിഹിതം 50 കോടിയായി വർദ്ധിപ്പിക്കുന്നു. നവകേരളം കർമ്മപദ്ധതി 2, ഹരിത കേരളം, ആർദ്രം, ലൈഫ്, വിദ്യാകരണം എന്നീ മിഷനുകളുടെ ഉൾപ്പെട്ട നവകേരള കർമ്മപദ്ധതിക്ക് 2 പ്രവർത്തനങ്ങൾക്കായി 9.2 കോടി രൂപ വകയിരുത്തുന്നു. ഹരിത കേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഏജൻസികളുടെയും നേതൃത്വത്തിൽ പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകൾ വീണ്ടെടുത്ത് നീരൊഴുക്ക് സുഗമമാക്കുന്ന സുരക്ഷിതമാക്കാൻ പശ്ചിമഘട്ട പദ്ധതിക്ക് 3 കോടി രൂപ മാറ്റിവെക്കുന്നു. കോറിയിലെ ജലം കൃഷിയിടങ്ങളിലേക്കെന്നുള്ള സോളാർ പമ്പിംഗ് സംവിധാനം ഉൾപ്പെടെ ചെയ്യുന്ന പദ്ധതിക്ക് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സംസ്ഥാനത്തെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കുമായിട്ടുള്ളവർക്ക് മെൻസ്ട്രുവൽ കപ്പ് നൽകുന്ന പദ്ധതിക്ക് ഹരിത കേരള മിഷന് 3 കോടി രൂപ അനുവദിക്കുന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നാപ്കിൻ ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ 2 കോടി രൂപ അനുവദിക്കുന്നു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ആകെ 1000 കോടി രൂപ ഈ വർഷത്തേക്ക് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ പദ്ധതിക്കായിട്ട് വകയിരുത്തുന്നു. സർക്കാർ പ്രസ്സുകളുടെ നവീകരണത്തിന്
അത്യന്താധുനിക പ്രസ്സുകൾ യന്ത്രം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 5.45 കോടി രൂപ വകയിരുത്തുന്നു.